കഥയെ ആരംഭിക്കുന്നത് ഷെയ്ൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പ്രത്യേകിച്ച് അന്ന് വേറെ ജോലിയൊന്നുമില്ലാതിരുന്ന ഷെയ്ൻ ജോഗിങ്ങിനിറങ്ങിയ തന്റെ ഗേൾഫ്രണ്ട് ജെയിനെ കാണാൻ വേണ്ടി ബീച്ച് സൈഡിലേക്ക് ചെന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു കരുത്തനായൊരു വ്യക്തി അവളെ കടന്നാക്രമിച്ചത്. ഷെയ്ൻ അങ്ങോട്ടേക്കെത്തി അയാളുമായി ഏറ്റുമുട്ടി. ഷെയ്ൻ പക്ഷേ അയാളെ തടയുന്നതിന് മുമ്പേ അയാൾ ജെയിന്റെ കാലടിച്ചൊടിച്ചിരുന്നു. ആക്രമിക്കാൻ വന്ന വ്യക്തിയെ ഏറ്റുമുട്ടി ജെയിനിൽ നിന്ന് അകറ്റുവാൻ ഷെയ്നിനായി. ഒടുവിൽ അയാൾ ഓടിപ്പോയി. ആക്രമണത്തിൽ ഷെയ്നിനും ചെറിയ പരിക്കേറ്റിരുന്നു. അധികം വൈകാതെ ജെയിൻ ആശുപത്രിയിൽ എത്തിക്കപ്പെട്ടു. അല്പം സുഖപ്പെട്ടു വന്നപ്പോൾ ഷെയ്ൻ അവളോട് സംസാരിച്ചു. തന്നെ ഈ ആക്രമിച്ച വ്യക്തി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് തന്റെ സ്കൂളിലെ സ്റ്റുഡന്റായ ജുവാൻ ലോക്കിസ് തന്നെയായിരിക്കും എന്ന സംശയം ജെയിൻ തന്റെ ബോയ്ഫ്രണ്ടായ ഷെയ്നിനോട് പങ്കുവച്ചു. ജുവാൻ ജെയിനിന്റെ സ്കൂളിലെ പ്രധാന ഗ്യാങ് ലീഡറും പ്രധാനപ്പെട്ട ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയുമാണ്. നിന്നെ ആരാണ് ഉപദ്രവിച്ചതെങ്കിലും അവർ നല്ല പാഠം തന്നെ പഠിച്ചിരിക്കും എന്ന മട്ടിൽ ഷെയ്ൻ പറഞ്ഞതും ഷെയ്നെ ജെയിൻ സമാധാനിപ്പിച്ചു. തൽക്കാലത്തേക്ക് അതൊക്കെ വിടാനും എനിക്ക് സ്കൂളിലേക്ക് എത്താൻ കുറച്ചധികം സമയമെടുക്കും. അതുവരേക്കും എനിക്ക് പകരം മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറെ നിയമിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ജെയിൻ ഷെയ്നോട് ആവശ്യപ്പെട്ടു. ജെയിന്റെ നിർദ്ദേശപ്രകാരം സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സിൽ പലരെയും ഷെയ്ൻ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ അവർക്കൊക്കെയും മറ്റൊരിടത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആരും അവൈലബിൾ അല്ല. ഒടുവിൽ ജെയിൻ അറിയാതെ ഷെയ്ൻ ഒന്ന് തീരുമാനിച്ചു. ഷെയ്നു പകരം സബ്സ്റ്റിറ്റ്യൂട്ടായി താൻ തന്നെ അങ്ങ് പോകുക, ജെയിനെ ആക്രമിച്ചവരെ കണ്ടെത്തുക, അവരെ ഒരു പാഠം പഠിപ്പിക്കുക. അതിനുവേണ്ടി ഒരു ഫേക്ക് ഐഡന്റിറ്റി തന്നെ ഷെയ്ൻ ഉണ്ടാക്കി. തന്റെ പരിചയക്കാരുടെ സഹായത്തോടെ വേണ്ട കാര്യങ്ങളും അവൻ ചെയ്തെടുത്തു. ഒടുവിൽ അധ്യാപകനായി ഷെയ്ൻ നേരെ ആ സ്കൂളിലേക്ക് എത്തുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ദുർഗുണപരിഹാര പാഠശാലയിൽ നിന്ന് പുറത്തിറങ്ങിയ പയ്യന്മാർ പഠിക്കുന്ന ഏറെ നൊട്ടോറിയസ് ആയ ആ സ്കൂളിലേക്ക് ജെയിംസ് സ്മിത്ത് എന്ന പുതിയ ഐഡന്റിറ്റിയിലായിരുന്നു ഷെയ്ൻ അവിടെ എത്തിയത്. ഷെയ്ൻ പിന്നാലെ അവിടുത്തെ പ്രിൻസിപ്പളെ മീറ്റ് ചെയ്തു. ക്ലോഡ് റോൾ എന്നായിരുന്നു പ്രിൻസിപ്പളിന്റെ പേര്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായി ഷെയ്ൻ ചാർജ് എടുത്തു. കഥ അവിടെ നിന്നും ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ജെയിൻ ആക്രമിക്കപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെയ്ൻ അഥവാ ജൊനാഥൻ ഷെയ്ൻ യഥാർത്ഥത്തിൽ ഒരു പട്ടാളക്കാരനായിരുന്നു. 7 പേരടങ്ങുന്ന ഒരു സംഘത്തിനൊപ്പം ഒരു രഹസ്യ മിഷനു വേണ്ടി ഷെയ്നിനെ അമേരിക്കൻ മിലിറ്ററി ക്യൂബയിലേക്ക് നിയോഗിച്ചിരുന്നു. പക്ഷേ ആ മിഷൻ നല്ല രീതിയിൽ നടന്നില്ല. പ്രശ്നമാവുകയും ഷെയ്ന്റെ ടീമിലെ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. രഹസ്യ മിഷനായതുകൊണ്ട് തന്നെ അമേരിക്ക അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ കൈയൊഴിഞ്ഞു. ഷെയ്നിനും ബാക്കിയുള്ളവർക്കും മറ്റൊരു സപ്പോർട്ടും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ എല്ലാം അവസാനിപ്പിച്ച് അവിടെ നിന്ന് തിരികെ പോവാൻ ബാക്കിയുള്ള ടീംമേറ്റ്സ് പദ്ധതിയിട്ടു. ഇതേ സമയം അമേരിക്കയിൽ ജെയിൻ പഠിക്കുന്ന സ്കൂളിൽ പ്രശ്നങ്ങൾ കലുഷിതമാവുകയായിരുന്നു. ഗ്യാങ്ങുകൾ തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടലും മറ്റുമാണ്. മൊത്തത്തിൽ പ്രശ്നം സൃഷ്ടിക്കലും കിങ് ഓഫ് ഡിസ്ട്രക്ഷൻ അഥവാ KOD എന്ന് വിളിക്കപ്പെടുന്ന ജുവാൻ ലീഡറായിട്ടുള്ള ഗ്യാങ് ആയിരുന്നു പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ജെയിൻ അവരെ കുറച്ചുനാളായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് പരിധി വിടുന്നത് കണ്ടപ്പോൾ ഒടുവിൽ ജെയിൻ അത് പ്രിൻസിപ്പലിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പ്രിൻസിപ്പൽ റോളിനെ കണ്ട് ജുവാനെയും സംഘത്തെയും പറ്റി ജെയിൻ റിപ്പോർട്ട് ചെയ്തെങ്കിലും തെളിവില്ലാതെ ആക്ഷൻ എടുക്കാനൊന്നും പറ്റില്ല എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ നിലപാട്. കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ചെറിയ പ്രശ്നത്തിന് നടപടിയെടുത്താൽ നമുക്കും നമ്മുടെ സ്ഥാപനത്തിനും മേൽ ലീഗൽ ആക്ഷൻസ് വരും എന്നായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത്. ജെയിന് നല്ല ദേഷ്യം വന്നിരുന്നു. ഫ്രസ്ട്രേറ്റഡ് ആയ ജെയിൻ അവിടെ നിന്നും അന്ന് ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഇറങ്ങി. പാർക്കിംഗ് ലോട്ടിലെ തന്റെ കാറിനടുത്തേക്ക് നടന്നു. ജെയിൻ അവിടെ എത്തുമ്പോൾ ജുവാനും സംഘവും അവിടെ ഉണ്ട്. അവർ ജെയിനെ അപമാനിച്ച് സംസാരിക്കുകയും കളിയാക്കുകയും ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഒരു തരത്തിലായിരുന്നു ജെയിൻ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അന്നു മുതൽ തന്റെ ജീവിതം പ്രശ്നത്തിലാകുമോ എന്ന അക്ഷരാർത്ഥത്തിൽ ജെയിൻ ഭയന്നിരുന്നു. കഥ ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്ക് വരുന്നു. സ്കൂളിലേക്ക് അധ്യാപകനായി എത്തിയ ഷെയ്ൻ ഹിസ്റ്ററി ആയിരുന്നു പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അങ്ങനെ പ്രിൻസിപ്പളിന്റെ സഹായത്തോടെ തന്നെ തന്റെ ക്ലാസ് മുറിയിലേക്ക് ഷെയ്ൻ എത്തിച്ചേരുകയാണ്. അവൻ ക്ലാസ്സിലേക്ക് എത്തിയിട്ടും കുട്ടികൾക്കൊന്നും ഒരു മൈൻഡുമില്ല. പ്രശ്നക്കാരായ മുൻ കുറ്റവാളികളായ കുട്ടികളൊക്കെയാണ്. അവർ അവരുടെയൊക്കെ കാര്യങ്ങളിലായിരുന്നു. ഷെയ്ൻ സാധാരണ രീതിയിൽ കുട്ടികളോട് പറയാനും അവരെ അടക്കിയിരുത്താനും ഒക്കെ നോക്കിയെങ്കിലും കുട്ടികൾ ഷെയ്നെ കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ സംബന്ധിച്ച് ക്ലാസ് മുറി ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയായിരുന്നു. അധികം വൈകാതെ അതേ ക്ലാസ് മുറിയിൽ ജുവാന ഷെയ്ൻ നോക്കിക്കണ്ടു. എല്ലാവർക്കും ഒരേപോലെ പ്രശ്നക്കാരനാണ് എന്ന അഭിപ്രായമുള്ള പയ്യൻ. ബ്രേക്കിന് ഷെയ്ൻ അങ്ങനെ സ്റ്റാഫ് റൂമിലെത്തി. അവിടെ എത്തിയപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറായ ഡെറിലിനെയും ലൈബ്രറിയൻ ഹന്നയെയും അവൻ പരിചയപ്പെട്ടു. രണ്ടുപേരും ജെയിൻ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ജുവാനാണ് എന്നുറപ്പിച്ചു പറഞ്ഞു. ജുവാനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ജെയിൻ അത്രയധികം കാര്യങ്ങൾ പ്രിൻസിപ്പലിനോട് പറയുകയും മറ്റും ചെയ്തിരുന്നു. അതിന്റെ വിദ്വേഷം എന്തായാലും ജുവാൻ ഉണ്ടാകും എന്നാണ് അവർ വ്യക്തമാക്കിയത്. ജുവാനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ ജുവാനെ സസ്പെൻഡ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തെളിവുകളില്ല എന്നാണ് പ്രിൻസിപ്പലിന്റെ വാദം.
അവര് തന്നെ അതിന് കാരണവും പറഞ്ഞു. പ്രിൻസിപ്പൽ റോൾ മുമ്പൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീടാണ് പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ കിട്ടിയാൽ മാത്രമേ അദ്ദേഹം ആരെയെങ്കിലും ശിക്ഷിക്കുകയുള്ളൂ. കുട്ടികളുടെ പക്ഷത്താണ് അദ്ദേഹം കൂടുതലും നിൽക്കുക. ജുവാൻ പ്രശ്നക്കാരനാണ് എന്ന് തെളിയിക്കണമെങ്കിൽ പ്രൂഫ് വേണം എന്ന് ഷെയ്ന് മനസ്സിലായി. ജുവാന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാനും മറ്റുമായി പ്രിൻസിപ്പൽ റോളിനടുക്കൽ ചെന്ന് അവന്റെ പ്രൊഫൈൽ ഷെയ്ൻ ആവശ്യപ്പെട്ടു. പക്ഷേ അതൊരു പേഴ്സണൽ രേഖയാണെന്നും ഒരു ടെമ്പററി ടീച്ചർക്ക് ഒരിക്കലും അത് നോക്കാൻ അനുവാദമില്ല എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ മറുപടി. അന്ന് പ്രിൻസിപ്പളുമായി സ്കൂളിലെ പ്രശ്നങ്ങളെപ്പറ്റി ഷെയ്ൻ ഡിസ്കസ് ചെയ്തു. പ്രിൻസിപ്പൽ തന്റെ കാഴ്ചപ്പാടുകളെ പറ്റി വിശദീകരിച്ചു. പോലീസായിരുന്നപ്പോൾ ഇതിനും അപ്പുറം പ്രിൻസിപ്പൽ കണ്ടിട്ടുള്ളതാണ്. സിസ്റ്റം നന്നാക്കണമെങ്കിൽ അതിനുള്ളിലിറങ്ങി അതിലെ പ്രശ്നക്കാരെ നന്നാക്കിയാലേ പറ്റൂ എന്ന ചിന്തയിൽ നിന്നുമാണ് പ്രിൻസിപ്പൽ സ്കൂളിലേക്ക് എത്തപ്പെട്ടത്. എന്തിനേറെ പറയുന്നു, അവിടുത്തെ സിറ്റി കൗൺസിലിലേക്ക് പ്രിൻസിപ്പൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക പോലും ചെയ്തിരുന്നു. സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് സിസ്റ്റത്തെ ശരിയാക്കണം എന്നതായിരുന്നു പ്രിൻസിപ്പലിന്റെ ലക്ഷ്യം. ഷെയ്ന് പ്രിൻസിപ്പലിനോട് മതിപ്പ് തോന്നി. പക്ഷേ എന്നിരുന്നാലും പ്രിൻസിപ്പൽ പറഞ്ഞതത്രയും വെള്ളം തൊടാതെ വിഴുങ്ങുവാൻ ഷെയ്ൻ ഒരു പൊട്ടനുമായിരുന്നില്ല. സ്കൂളിന്റെ മറവിൽ അവിടെ മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് ഷെയ്ൻ ഊഹിച്ചു. എന്തായാലും ഒക്കത്തിനും തെളിവുകൾ വേണമല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണം. ഷെയ്ൻ തന്റെ പഴയ സംഘത്തെ ചെന്ന് കണ്ടു. അവരുടെ അടുക്കൽ സ്കൂളിന്റെ കാര്യം പറഞ്ഞു. കാര്യങ്ങൾ നിരീക്ഷിക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് ഷെയ്ൻ ആവശ്യപ്പെട്ടെങ്കിലും അവർക്കാദ്യം അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടാണ് സ്കൂൾ പശ്ചാത്തലമായി മയക്കുമരുന്ന് ഇടപാട് നടക്കുന്നുണ്ടോ എന്ന തന്റെ സംശയം ഷെയ്ൻ അവരോട് വ്യക്തമാക്കിയത്. അത് കേട്ടതും മുൻ പട്ടാളക്കാരും കൂലിപ്പട്ടാളക്കാരും ഒക്കെയായിരുന്ന അവർക്ക് അതിലൊരു താല്പര്യം തോന്നി. മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ പണവും കൂടി ഇൻക്ലൂഡഡ് ആണല്ലോ, അത്യാവശ്യം പണം കിട്ടും എന്നവർ ചിന്തിച്ചിരുന്നു. അധികം വൈകാതെ തന്ത്രപരമായ ചില കാര്യങ്ങളിലൂടെ ഷെയ്ന്റെ കമ്പനിക്കാർ സ്കൂളിലേക്ക് എത്തുകയും അവിടെ നിരീക്ഷണ ക്യാമറകളടക്കം സ്ഥാപിക്കുകയും ചെയ്തു. അടുത്ത ദിവസം കൂടുതൽ കോൺഫിഡൻസോടെയായിരുന്നു ഷെയ്ൻ സ്കൂളിലേക്ക് എത്തിയത്. കുട്ടികൾ അത്തവണ അവന് നേരെ ആക്രമണം നടത്താൻ നോക്കിയപ്പോ വളരെ വിദഗ്ധമായി തന്റെ സ്കില്ലുകൾ ഉപയോഗിച്ച് ഷെയ്ൻ അതിനെയൊക്കെ നേരിട്ടു. ഒരുത്തൻ കത്തി കൊണ്ട് കുത്താൻ വന്നപ്പോ വളരെ എളുപ്പത്തിൽ അവനെ ബന്ദിയാക്കി ഷെയ്ൻ അവന്റെ കയ്യിൽ നിന്ന് കത്തിയെടുത്തു. പിന്നാലെ അവന്റെ കൈ പിടിച്ചു തിരിക്കുകയും ചെയ്തു. ആ പയ്യന് അത്യാവശ്യം നല്ല രീതിയിൽ വേദനിച്ചിരുന്നു. എന്റെ കൈയൊടിഞ്ഞു എന്നാ പയ്യൻ പറഞ്ഞപ്പോ പോയി സ്കൂൾ നഴ്സിനെ കാണടാ എന്നായിരുന്നു ഷെയ്ന്റെ മറുപടി. ഗൗരവത്തിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഡീല് ചെയ്ത ഷെയ്നെ കുട്ടികൾ അല്പം ഭയത്തോടെ നോക്കി കണ്ടു. ചിലർക്ക് അയാളോട് റെസ്പെക്റ്റും തോന്നി. ഷെയ്ൻ എല്ലാവരോടുമായി പറഞ്ഞു, ഒന്നുകിൽ ഞാൻ പറയുന്നതിനെ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറാവുക. പിന്നീട് അങ്ങോട്ടേക്ക് ക്ലാസ് തന്നെ സൈലന്റ് ആയി മാറിയിരുന്നു. കുട്ടികളുടെ അറ്റൻഷൻ കിട്ടിയപ്പോ ഷെയ്ൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ള ആ കുട്ടികളോട് അവരുടെ ജീവിതവും വിയറ്റ്നാം വാറിന്റെ ഹിസ്റ്ററിയും കോർത്തിണക്കി പറഞ്ഞ് ഷെയ്ൻ അവരെ ഇംപ്രസ് ചെയ്യിച്ചു. കുട്ടികളിൽ പലർക്കും ഷെയ്ന്റെ ആ സംസാരവും കഥ പറച്ചിലുമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതേ സമയം നടക്കുന്നതൊന്നും ക്ലാസ്സിലിരുന്ന ജുവാന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുക പോലും ചെയ്തു. ആ ഒരു സമയത്താണ് പ്രിൻസിപ്പൽ റോൾ ഷെയ്ന്റെ ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി വിവരമറിയുന്നത്. ഒരു പയ്യൻ നഴ്സിംഗ് റൂമിലുണ്ടെന്നറിഞ്ഞ് പ്രിൻസിപ്പൽ അവനെ കാണാനെത്തി. പിന്നാലെ ഷെയ്ന്റെ ക്ലാസ്സിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ അങ്ങോട്ടേക്ക് ചെന്നു. കുട്ടികളൊക്കെ പ്രശ്നമുണ്ടാക്കാതെ ഷെയ്ന്റെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നത് പ്രിൻസിപ്പലിന് അതിശയമുണ്ടാക്കുന്നതായിരുന്നു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ ഷെയ്ൻ തിരികെ ഡെസ്കിലെത്തി CCTV ക്യാമറകളൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പ്രിൻസിപ്പൽ കയറി വന്നത്. കുട്ടികളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഒരിക്കലും ശരിയല്ല, അത് തെറ്റായ രീതിയാണ് എന്ന മട്ടിൽ പ്രിൻസിപ്പൽ ഷെയ്നെ വാൺ ചെയ്തു. ഷെയ്ൻ പറഞ്ഞു, ഞാൻ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തത് സെൽഫ് ഡിഫൻസ് മാത്രമായിരുന്നു. എന്നെ ആക്രമിക്കാൻ വന്നു, ഞാൻ അത് തടഞ്ഞു. റോൾ ഷെയ്ന്റെ വാദം പ്രൂവ് ചെയ്യാൻ 2 ആഴ്ച സമയം അനുവദിച്ചു. എന്നിട്ടും ഒന്നും പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു. അല്ലെങ്കിലും കാലാകാലം ഇവിടെ തുടരാൻ വന്നതല്ല ഞാൻ എന്നായിരുന്നു ഷെയ്ന്റെ മറുപടി. ഷെയ്ന്റെ ആ സ്വഭാവത്തിലും ക്ലാസ്സിലെ കാര്യങ്ങളിലും പ്രിൻസിപ്പൽ റോളിന് ഷെയ്ന്റെ കാര്യത്തിൽ വല്ലാത്ത സംശയം തോന്നിയിരുന്നു. സാധാരണ ടീച്ചേഴ്സ് പ്രവർത്തിക്കുന്ന രീതിയിലല്ല ഷെയ്ൻ ഓരോന്നും പ്രവർത്തിക്കുന്നത്. ഷെയ്ന്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റും പ്രിൻസിപ്പൽ ക്രോസ് വെരിഫൈ ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം പ്രിൻസിപ്പലിന്റെ ഫോൺ അടക്കം കൂട്ടുകാരുടെ സഹായത്തോടെ ഷെയ്ൻ ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ തന്റെ പിന്നാലെ നിരീക്ഷിച്ചുകൊണ്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഷെയ്ൻ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. ആ ഒരു സമയത്താണ് ജെയിൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത്. സ്കൂളിലെ കാര്യങ്ങളെപ്പറ്റി ജെയിൻ ചോദിച്ചെങ്കിലും ഷെയ്ൻ കാര്യമായിട്ടൊന്നും തുറന്നു പറഞ്ഞില്ല. അടുത്ത ദിവസവും ഷെയ്ൻ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. കുട്ടികൾ ഷെയ്നെ കൂടുതലായി റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ജെറോം എന്നും ലിസ എന്നും പേരുള്ള ക്ലാസ്സിലെ കുട്ടികൾ ഒരു സാധാരണ ടീച്ചറിലുപരിയായി ഷെയ്നെ തങ്ങളുടെ മെന്ററായി വരെ നോക്കിക്കാണാൻ തുടങ്ങി. പക്ഷേ ജുവാൻ പ്രശ്നങ്ങളുമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ജുവാൻ ക്ലാസ്സിലേക്ക് വൈകി വന്നു. ഒന്നും ചോദിക്കാതെ ക്ലാസ്സിൽ കയറി ഇരിക്കാനായിരുന്നു അവന്റെ പദ്ധതി. ഷെയ്ൻ പക്ഷെ അതിന് അനുവദിച്ചില്ല. അവനെ കൊണ്ട് ബോർഡിൽ ഐ ആം സോറി എന്ന് 100 തവണ അദ്ദേഹം എഴുതിപ്പിച്ചു. പിന്നാലെ അന്ന് ഷെയ്ൻ ഗ്യാങ്ങുകളെ പറ്റിയായിരുന്നു
ആയിരുന്നു ക്ലാസ്സിൽ സംസാരിച്ചത്. ബൈക്കർ ഗ്യാങ്ങിലും മറ്റും ചേരുന്നത് ജീവിതം തൊലയ്ക്കുന്നതിന് തുല്യമാണ് എന്ന തരത്തിൽ കുട്ടികൾക്ക് ഷെയ്ൻ ക്ലാസ് എടുത്തു. അന്ന് പ്രിൻസിപ്പളും ഷെയ്നും ഫാക്കൽറ്റി മീറ്റിംഗിന് ശേഷം കണ്ടിരുന്നു. ജുവാന്റെ സ്വഭാവത്തെപ്പറ്റിയും വയലൻസ് ഒന്നുമില്ലാതെ ഷെയ്ൻ എങ്ങനെ അത് ഡീല് ചെയ്യും എന്നുള്ളതിനെ പറ്റിയുമൊക്കെയായിരുന്നു അവരുടെ സംസാരം. പക്ഷേ അന്ന് ഷെയ്ൻ മറ്റൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഹിഡൻ CCTV ക്യാമറകൾ പരിശോധിക്കുമ്പോഴായിരുന്നു ഷെയ്ൻ അത് മനസ്സിലാക്കിയത്. ബാത്റൂമിൽ വെച്ച് പ്രിൻസിപ്പൽ ജുവാനുമായി സംസാരിക്കുന്നു. ജുവാനോട് നീ വേണ്ട കാര്യങ്ങൾ ചെയ്തോളാനും വേണമെങ്കിൽ ഷെയ്നെ അങ്ങ് കൊന്നേക്കാനും പ്രിൻസിപ്പൽ പറയുന്നുണ്ടായിരുന്നു. ഷെയ്ൻ അത് കേട്ടു. കൂടുതൽ തയ്യാറെടുപ്പുകൾ ഷെയ്ൻ നടത്തി. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റൊക്കെ ധരിച്ചായിരുന്നു ഷെയ്ൻ സ്കൂളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. ഷെയ്നെ കൊല്ലാൻ തോക്കുമായി ജുവാനും സംഘവും കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് വന്ന ഷെയ്ൻ അത് കണ്ട് അകത്തേക്ക് തന്നെ തിരികെ കയറി. ജുവാനും സംഘവും ഷെയ്ന് പിന്നാലെ കയറുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സെക്യൂരിറ്റി ഗാർഡുകളെ വിളിച്ച് ജുവാന് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. പിന്നാലെ ലൈബ്രറിയിലേക്ക് എത്തിയ ഷെയ്ൻ ഒരു ഗാർഡിനെ ബന്ദിയാക്കി. പയ്യന്മാരുടെ അടുക്കൽ നിന്ന് തോക്കുകൾ സറണ്ടർ ചെയ്തെടുത്തു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു കയ്യാങ്കളി തന്നെ ആരംഭിക്കുകയായിരുന്നു. അതിനൊക്കെ സാക്ഷിയായി ലൈബ്രറിയൻ ഉണ്ടായിരുന്നു. ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ പയ്യന്മാരെയൊക്കെ തുരുത്തുവാനും ജനൽ വഴി പുറത്തേക്കിടുവാനും സുരക്ഷിതനാവാനും ഷെയ്ന് കഴിഞ്ഞു. ഹന്ന അതിശയത്തോടെയായിരുന്നു അതൊക്കെ നോക്കിക്കണ്ടത്. ഇതേസമയം ഷെയ്ൻ കൊല്ലപ്പെട്ടു കാണുമെന്ന ആശ്വാസത്തിൽ പ്രിൻസിപ്പൽ പുറത്തേക്ക് വരികയായിരുന്നു. തന്റെ കൺമുമ്പിൽ ഷെയ്നെ കണ്ടതും അയാളൊന്ന് ഞെട്ടുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ ഷെയ്ൻ നിന്നു. അടുത്തൊരു ദിവസം ജെയിന്റെ സഹപ്രവർത്തകൻ ഡാരൽ ജെയിനെ കാണാൻ വീട്ടിലെത്തി. ആ സമയത്താണ് ജെയിനും ഷെയ്നും ഒന്നിച്ചുള്ള ഫോട്ടോ ഡാരൽ നോക്കിക്കാണുന്നത്. ഡേറിൽ ജെയിംസ് സ്മിത്ത് എങ്ങനെ ഇവിടെ വന്നു എന്ന് ജെയിനോട് ചോദിച്ചു. അപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായി ജെയിംസ് സ്മിത്ത് എന്ന പേരിൽ ഷെയ്ൻ ഇപ്പോൾ സ്കൂളിലുണ്ടെന്ന കാര്യം ജെയിൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നത്. അന്ന് ഷെയ്ൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ ജെയിൻ ഷെയ്നെ എതിരിട്ടു. ഇത്തവണ ഷെയ്ൻ നുണ പറയാനൊന്നും നിന്നില്ല. ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായി ജെയിനോട് വിശദീകരിച്ചു പറഞ്ഞു. സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ മയക്കുമരുന്ന് കച്ചവടവും മറ്റും നടക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പലിനും അതിൽ പങ്കുണ്ട് എന്നും ഷെയ്ൻ വ്യക്തമാക്കി. തന്റെ കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ വർക്ക് ചെയ്യുന്നത് ജോണി എന്ന പേരുള്ള ഒരു മയക്കുമരുന്ന് മാഫിയ ബോസിന് വേണ്ടിയിട്ടാണ്. സ്കൂൾ അവർ അതിനൊരു മറയായി ഉപയോഗിക്കുകയാണ് എന്നും ഷെയ്ൻ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടിയോ പ്രതികാരം തീർക്കാനോ വേണ്ടിയല്ല ഇപ്പോ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതെന്നും അവിടുത്തെ പ്രശ്നക്കാരായ കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണെന്നും ഷെയ്ൻ ജെയിനോട് പറഞ്ഞു. അവന്റെ നല്ല പ്രവൃത്തികൾക്ക് ജെയിൻ പൂർണ്ണ പിന്തുണ കൊടുത്തു. ഇതേസമയം മറുവശത്ത് ഷെയ്ന്റെ നിർദ്ദേശപ്രകാരം ഷെയ്ന്റെ ടീം മെമ്പേഴ്സ് KOD ഗ്യാങ്ങിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ വൈകാതെ അടുത്ത വലിയ മയക്കുമരുന്ന് ഡീൽ നടത്താൻ പോവുകയാണ് എന്നവർ തിരിച്ചറിഞ്ഞു. വിവരം പൂർണ്ണമായി കിട്ടിയതും അവർ ഷെയ്നെ വിവരമറിയിച്ചു. ഷെയ്നും വിവരം കിട്ടിയ പാടെ നേരെ തുറമുഖത്തെത്തി. അവിടെ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോ ജെയിനെ ആക്രമിച്ച ആ ഒരു വ്യക്തിയെ ഷെയ്ൻ നോക്കിക്കണ്ടു. അത് യാഥാർത്ഥ്യത്തിൽ മയക്കുമരുന്ന് മാഫിയ ബോസായ ജോണിയുടെ സഹോദരനായിരുന്നു. പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ജെയിൻ അന്ന് ആക്രമിക്കപ്പെട്ടത്. ബോട്ടിൽ ബയ്യേഴ്സ് വരും. ജോണിയുടെ സഹോദരനും KOD ഗ്യാങ്ങും ചേർന്ന് മയക്കുമരുന്ന് നൽകി പണം അവരിൽ നിന്ന് സ്വീകരിക്കും. അങ്ങനെ ഡീൽ ആരംഭിച്ചു. കൃത്യസമയത്ത് ഷെയ്നും കൂട്ടുകാരും അതിലേക്ക് ഇടപെട്ടു. ഷെയ്നും കൂട്ടുകാരൻ ഹോളണ്ടും ജെയിനെ ആക്രമിച്ച വ്യക്തിയുടെ പിന്നാലെ പോയപ്പോൾ ജോയ എന്ന് പറയുന്ന കൂട്ടാളി ബയ്യേഴ്സിനെ പിടികൂടി. ഡീൽ അവസാനിപ്പിക്കുകയും മയക്കുമരുന്ന് അവർ കടലിലെറിയുകയും ചെയ്തു. ബയ്യേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള പണപ്പെട്ടിയും അവരുടെ കയ്യിൽ കിട്ടിയിരുന്നു. അധികം വൈകാതെ ഡീൽ ഫെയിൽഡായതിന്റെ വിവരം ജോണിക്കും പ്രിൻസിപ്പലിനും എത്തി. ജോണി ദേഷ്യത്തിൽ പ്രിൻസിപ്പലിനെ വിളിച്ചു. തന്റെ പണം നഷ്ടപ്പെട്ടെന്നും തന്റെ സഹോദരൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ജോണി ദേഷ്യത്താൽ വിറച്ചു പറഞ്ഞു. അതിന് തനിക്ക് പൂർണ്ണമായി ഉത്തരം വേണം എന്നും ജോണി പറയുന്നുണ്ടായിരുന്നു. കൃത്യം മറുപടികൾ കിട്ടിയില്ലെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്നുകൂടി ജോണി വാൺ ചെയ്തതോടെ പ്രിൻസിപ്പൽ ഷെയ്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ദിവസം രോഷത്തോടെ പ്രിൻസിപ്പൽ സ്കൂളിലേക്ക് എത്തുകയാണ്. പ്രിൻസിപ്പൽ എത്തുമ്പോഴേക്കും സ്കൂളിലെ അനൗൺസ്മെന്റ് സിസ്റ്റത്തിലൂടെ ഷെയ്ൻ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സ്കൂളിന് വലിയ ഡൊണേഷൻ കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇന്ന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിന്റെ വക ഫ്രീ പിസ ഉണ്ടായിരിക്കും എന്നുമായിരുന്നു അവൻ അനൗൺസ് ചെയ്തത്. വൈകാതെ പിസയും എത്തിച്ചേരും. അന്ന് സ്കൂളിലേക്ക് എത്തിയ റോൾ വലിയ ദേഷ്യത്തിലായിരുന്നു. ഷെയ്ന്റെ പ്രവർത്തികൾ ഷെയ്ന് ഒരുപാട് റെസ്പെക്ട് നേടിക്കൊടുക്കുന്നുണ്ട്. അതിലുള്ള രോഷവും ഒപ്പം തലേ ദിവസത്തെ കാര്യങ്ങളും റോളിനെ വല്ലാതെ കുപിതനാക്കുന്നുണ്ടായിരുന്നു. മയക്കുമരുന്ന് ഡീലിൽ എന്താണ് സംഭവിച്ചത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ റോളിന് സാധിച്ചിരുന്നില്ല. ജെറോം അടക്കമുള്ള സ്കൂളിലെ കുറെ പയ്യന്മാർ ഷെയ്ന്റെ വലിയ ആരാധകരായി. തന്റെ മെന്ററായി തന്നെ ജെറോം ഷെയ്നെ കാണാൻ തുടങ്ങി. സ്കൂളിലെ അധ്യാപകനായ ഡെറിലും ഷെയ്നോട് സംസാരിക്കാനെത്തി. ഷെയ്നെ കൊണ്ട് സ്കൂളിൽ മാറ്റങ്ങൾ വരുന്നു. ജെയിംസ് സ്മിത്ത്
വാങ്ങിത്തന്ന കള്ളപ്പേരിലാണെങ്കിൽ കൂടി ഷെയ്ൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ് എന്നെല്ലാം അറിയാവുന്ന ഡെറിൽ പറഞ്ഞു. ഷെയ്ൻ എല്ലാ കാര്യത്തിനും പൂർണ്ണ പിന്തുണ തന്റെ പക്കൽ നിന്നുണ്ടാകും എന്ന് ഡെറിൽ പറഞ്ഞതും സ്കൂളിൽ നടക്കുന്ന മയക്കുമരുന്ന് ഇടപാടുകളെ പറ്റിയും പ്രിൻസിപ്പലിന് അതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും ഷെയ്ൻ ഡെറലിനോട് ചോദിക്കുകയാണ്. ഡെറലിന് അത് ഇഷ്ടമായില്ല. കറുത്തവർഗക്കാരനായ പ്രിൻസിപ്പലിനെതിരെ ഷെയ്ൻ വംശീയ അധിക്ഷേപം നടത്തുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്നായിരുന്നു ഡെറിൽ പറഞ്ഞത്. ഷെയ്ൻ അവിടെയുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രിൻസിപ്പൽ ഷെയ്നെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ജോണിക്ക് കൈമാറി. അന്ന് രാത്രിയിൽ ജോണിയുടെ ആളുകളാൽ ഷെയ്ൻ ആക്രമിക്കപ്പെട്ടു. ഒരു കാർ ചേസുമൊക്കെ നടന്നെങ്കിലും ഒടുവിൽ ഷെയ്ന്റെ കാർ ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഷെയ്ൻ കൊല്ലപ്പെട്ടു എന്നായിരുന്നു എല്ലാവരും കരുതിയത്. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പ്രിൻസിപ്പൽ കരുതി. പിന്നാലെ സ്കൂൾ കേന്ദ്രീകരിച്ച് വലിയൊരു മയക്കുമരുന്ന് ഡീൽ നടത്താൻ പ്രിൻസിപ്പൽ തീരുമാനിച്ചിരുന്നു. പക്ഷേ അന്ന് വളരെ വലിയൊരു മിസ്റ്റേക്ക് പ്രിൻസിപ്പലിന് പറ്റി. മയക്കുമരുന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടി സ്കൂൾ പുറത്തുനിന്ന് പ്രിൻസിപ്പൽ പൂട്ടി. സ്കൂളിനുള്ളിൽ നിന്നും സ്കൂളിലെ അധ്യാപകൻ ഡെറിലും സ്റ്റുഡന്റായ ലിസയും പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പ്രിൻസിപ്പൽ മനസ്സിലാക്കിയിരുന്നില്ല. സ്കൂളിനകത്തു നടക്കുന്ന മയക്കുമരുന്ന് ഡീലും പ്രിൻസിപ്പലിന്റെ ഇൻവോൾവ്മെന്റും അവർ നേരിട്ട് കണ്ടു. അതോടെ അവരെ വകവരുത്താൻ പ്രിൻസിപ്പൽ ആളുകളെ പറഞ്ഞയച്ചു. ജീവനും കൊണ്ട് ഇരുവരും ഓടാൻ ആരംഭിച്ചു. ലിസയെ സുരക്ഷിതമായി ഒളിപ്പിച്ച് ഡെറിൽ അവരുടെ ശ്രദ്ധ തിരിച്ചു. ഒടുവിൽ അവരുടെ കൈയാൽ ഡെറിൽ കൊല്ലപ്പെടുകയാണ്. മറഞ്ഞിരുന്ന ലിസയ്ക്ക് ഈ സമയം കൊണ്ട് രക്ഷപ്പെടാനും കഴിഞ്ഞു. പ്രിൻസിപ്പൽ ലിസ രക്ഷപ്പെട്ട കാര്യം അപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല. കൊല്ലപ്പെട്ടു എന്നായിരുന്നു കരുതിയത്. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചല്ലോ എന്ന് കരുതി അടുത്ത ദിവസം സ്കൂളിൽ അയാൾ സമാധാനത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ഒന്നും പറ്റാതെ ഷെയ്ൻ കടന്നു വരുന്നത്. അപകടത്തിൽ ഷെയ്നൊന്നും സംഭവിച്ചിരുന്നില്ല. അങ്ങോട്ടേക്ക് എത്തിയ ഷെയ്ൻ ഡെറിൽ മരിച്ചു എന്ന വാർത്തയറിഞ്ഞു. പിന്നാലെ ഷെയ്നും മരിച്ചു എന്നായിരുന്നല്ലോ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്ന തരത്തിലുള്ള വാദങ്ങളും കുട്ടികളിൽ നിന്ന് ഷെയ്ൻ കേട്ടു. അതോടെ പ്രിൻസിപ്പലിനെ എതിരിടാൻ ഷെയ്ൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ജുവാനുമൊത്ത് പ്രിൻസിപ്പൽ പുറത്തു കടന്നിരുന്നു. ജുവാനടുക്കൽ ജെയിനെ കണ്ടെത്താനും ഷെയ്ന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാക്കാനും പ്രിൻസിപ്പൽ അവനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്തൊക്കെയോ ശരിയല്ല എന്ന് ഷെയ്ന് തോന്നി. ജെറോമിനോട് ക്ലാസ്സിലെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച് ഷെയ്ൻ വേഗം അവിടെ നിന്ന് പോന്നു. പെട്ടെന്നായിരുന്നു ലിസ അങ്ങോട്ടേക്ക് കയറി വന്നത്. തനിക്ക് ഷെയ്നെ കാണണമെന്നും അർജന്റായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും ലിസ ജെറോമിനോട് പറഞ്ഞു. അങ്ങനെ അവർ ഒന്നിച്ച് ഷെയ്ന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് പുറത്തായിരുന്ന ഷെയ്ന് ജെയിനിന്റെ ഒരു മെസ്സേജ് കിട്ടി. എത്രയും വേഗം വീട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞായിരുന്നു മെസ്സേജ്. എന്തോ അപകടമുണ്ട് എന്ന് ഷെയ്ൻ ഊഹിച്ചു. ഒരു ഡെലിവറി ബോയുടെ വേഷത്തിൽ ഷെയ്ൻ വീട്ടിലേക്ക് കടന്നെത്തി. പിന്നാലെ അവിടെ ജെയിനിനെയും മറ്റും ബന്ദിയാക്കി വെച്ചിരുന്ന ജുവാനെയും സംഘത്തെയും ഷെയ്ൻ ആക്രമിച്ചു. പക്ഷെ അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഷെയ്നെ സാധിച്ചില്ല. അവർ ഷെയ്നെ ഇടിച്ചു വീഴ്ത്തി ബന്ദിയാക്കി. പിന്നാലെ ജെയിനിൽ നിന്നും ഷെയ്ൻ ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന വിവരം ജുവാൻ മനസ്സിലാക്കി. ജുവാൻ ഉടനടി അത് ജോണിയെ ഫോൺ ചെയ്ത് വിളിച്ചു. ഒരു പട്ടാളക്കാരൻ എന്തിന് ടീച്ചറായി വേഷം മാറി സ്കൂളിലെത്തണം എന്ന് ചിന്തിച്ച ജോണി ഷെയ്നെ കൊന്നേക്കാൻ പറഞ്ഞു. ഷെയ്നെ കൊലപ്പെടുത്താൻ ജുവാനും സംഘവും തയ്യാറെടുക്കുന്നതിനിടയിൽ അവരുടെ ലാൻഡ് ലേഡി വാതിലിൽ വന്നു മുട്ടി. ആ ഒരു ഡിസ്ട്രാക്ഷൻ സമയം കൊണ്ട് ഷെയ്ൻ തന്റെ നീക്കങ്ങൾ നടത്തി. ജുവാൻ ഒഴികെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയെല്ലാവരെയും ഷെയ്ൻ കൊന്നു. പക്ഷേ ജുവാൻ ജെയിനെ ബന്ദിയാക്കി ഷെയ്ന് നേരെ തോക്ക് ചൂണ്ടി നിന്നു. എന്തു ചെയ്യുമെന്നറിയാതെ ഷെയ്ൻ പരിഭ്രമിച്ചു നിൽക്കുമ്പോ ജെയിനെ കാണാനെത്തി ബന്ദിയായി മാറിയിരുന്ന ജെറോം തോക്കെടുത്ത് ജുവാനെതിരെ വെടിയുതിർത്തിരുന്നു. കാര്യങ്ങൾ ഏറെക്കുറെ ഓക്കെയായി. പിന്നാലെ ലിസ താൻ കണ്ട കാര്യങ്ങൾ, ഡെറിൽ കൊല്ലപ്പെട്ട വിവരങ്ങൾ, അതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ ഒക്കെയും ഷെയ്നോട് വിശദീകരിച്ചു പറഞ്ഞു. കാര്യങ്ങൾ പൂർണ്ണമായും ഷെയ്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതോടെ ജെയിനെ സുരക്ഷിതമായ ഒരു ഹൈഡൌട്ടിൽ ഷെയ്ൻ മാറ്റി. പിന്നാലെ ഗിയറപ്പ് ചെയ്ത് സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഇതേ സമയം കൊല്ലപ്പെട്ട ജുവാന്റെയും കൂട്ടാളികളുടെയും മൃതശരീരം ജോണിയുടെ അടുത്തേക്ക് അവർ എത്തിച്ചിരുന്നു. ജോണിയും പ്രിൻസിപ്പളും അത് കണ്ട അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടുന്നുമുണ്ട്. ഷെയ്നെ വകവരുത്താൻ അവർ തീരുമാനിച്ചു. അതിനു മുമ്പ് സ്കൂളിലെ മയക്കുമരുന്ന് മാറ്റണം. അവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഇതേ സമയം അവരെയും പ്രതീക്ഷിച്ച് ഷെയ്നും കൂട്ടാളികളും സ്കൂളിൽ തുടരുന്നുണ്ടായിരുന്നു. വൈകാതെ പ്രിൻസിപ്പളും ജോണിയുടെ സംഘാംഗങ്ങളും അങ്ങോട്ടേക്ക് എത്തി. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഏറ്റുമുട്ടൽ തന്നെ നടക്കുകയാണ്. വിദഗ്ധ പ്ലാനിങ്ങോടെ എതിരാളികളെ വകവരുത്താൻ ഷെയ്ന്റെ ടീമിന് സാധിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഷെയ്ന്റെ ടീമിലെ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതേ സമയം വിദഗ്ധമായി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി ജോണിയും കുറച്ചാളുകളും മയക്കുമരുന്ന് വെച്ച് അറയ്ക്കടുത്തേക്ക് എത്തിയിരുന്നു. അവർ അതിൽ നിന്ന് മയക്കുമരുന്ന് എടുക്കാൻ ഡോർ തുറന്നതും ഹോളണ്ട് സെറ്റ് ചെയ്ത ട്രാപ്പ് പൊട്ടിത്തെറിച്ചു. പിന്നാലെ ഹോളണ്ട് തോക്കുമായി അങ്ങോട്ടേക്ക് വന്ന് അവരെ ബന്ദിയാക്കി അവരെ കളിയാക്കി സംസാരിച്ച് നിൽക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു പിന്നിൽ പ്രിൻസിപ്പൾ വന്നത്. പ്രിൻസിപ്പൾ ഹോളണ്ടിനെ വെടിവെച്ച് വീഴ്ത്തി.
വീഴ്ത്തി. പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് ഷെയ്ൻ കടന്നു വരുന്നത്. ഷെയ്നും പ്രിൻസിപ്പളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. കനത്ത ആക്രമണത്തിൽ ഷെയ്ൻ തന്നെ പ്രിൻസിപ്പലിനെ വകവരുത്തി. ജോണിയും സംഘാംഗങ്ങളും മുഴുവനായും കൊല്ലപ്പെട്ടിരുന്നു. ആ ഏറ്റുമുട്ടലിൽ ഷെയ്ലും ഷെയ്ലിന്റെ ടീംമേറ്റായ ജോയെയും മാത്രമായിരുന്നു ജീവനോടെ രക്ഷപ്പെട്ടത്. ആ സ്കൂളിനെ പിടികൂടിയിരുന്ന മയക്കുമരുന്ന് സംഘാംഗങ്ങളെ മുഴുവനായും അവർ വകവരുത്തിയിരുന്നു. അവരവിടെ നിന്ന് നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.